ഹായ് ഗായ്സ്, പുതിയൊരു ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ ഇന്നലെ വരുമ്പോൾ നല്ല കിടിലം ബീഫ് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ അതിന്റെ മുകളിൽ അങ്ങോട്ട് ഇരുന്നു. ഏതായാലും ബീഫ് പണി എടുക്കല്ലേ, അതുകൊണ്ട് ഓളെ കാലും അങ്ങോട്ട് നന്നാക്കാന്ന് വിചാരിച്ചു. ബീഫ് കഷ്ണമൊക്കെ ഭയങ്കര വലിയ കഷ്ണമായിരുന്നു. നല്ലോണം അങ്ങോട്ട് കുനുകുനാന്ന് അങ്ങോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടില്ലെങ്കിൽ ബീഫ് ഇട്ട് വേവേയില്ല. ഇവിടെ അച്ഛനും അമ്മയും ബീഫ് കൂട്ടൂല, ഞാനും ഏട്ടനും അനിയനും മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ വെക്കാം. പിന്നെ നമ്മളെ ലിയക്കുട്ടീന്റെ കോഴിക്കാലും വൃത്തിയാക്കി നല്ലോണം ബീഫ് വെള്ളത്തിൽ ഒഴിച്ച് അങ്ങോട്ട് കഴുകി. ബീഫ് ആയതുകൊണ്ട് നല്ലോണം കഴുകണം, അല്ലെ രോമം ഉണ്ടാവും. ഒലുമ്പി അങ്ങോട്ട് കഴുകുക. ബീഫ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് നല്ല വിശപ്പാ. അങ്ങനെ ആപ്പിൾ നാരങ്ങ എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ തിന്ന് ഓരോ കഷ്ണം എല്ലാവർക്കും കൊടുത്തു, ബാക്കി എന്റെ കുട്ടിക്കും കൊടുത്തു. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ബീഫ് പരിപാടിയിലേക്ക് നോക്കാം. ബീഫിൽ ചെറിയുള്ളി ഇട്ടാൽ നല്ല രസം. അങ്ങനെ തോനെ ചെറിയുള്ളി എടുത്ത് നന്നാക്കി. ബീഫ് വെക്കാൻ വലിയ പിടുത്തല്ല, അതുകൊണ്ട് അമ്മ പറയുന്നതൊക്കെ അങ്ങോട്ട് അരിയാണ്. അങ്ങനെ ബീഫിലേക്കുള്ള കൂട്ടൊക്കെ റെഡിയായി. എല്ലാ മസാലകളും അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് ബീഫിലേക്ക് ഇട്ടിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക തന്നെ. 5 വിസിലിൽ ബീഫ് ഫ്രൈ റെഡി ഗൈസ്. പിന്നെ അമ്മ ഉണ്ടാക്കി പച്ചടിയും ബീഫ് ഫ്രൈയും കൂട്ടി ഞങ്ങൾ 3 ആളും കൂടി അങ്ങോട്ട് ചോറ് കഴിച്ചു. എന്താ ടേസ്റ്റ്. പിന്നെ വൈകുന്നേരം ഉറങ്ങി എണീറ്റപ്പോ പഴമൊക്കെ നല്ലോണം തേങ്ങട്ട് അങ്ങോട്ട് വറുത്തു, അതും കൂട്ടി അങ്ങോട്ട് ചായ കുടിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.